അറിഞ്ഞില്ലേ എന്ത് 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിന്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് 7-8 വർഷം കഴിയുമ്പോ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവര് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓണപോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു ഫാഷൻ. നീ ഇപ്പൊ പറഞ്ഞ അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അത് പരമ്പരാഗത ആയിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയാം? ഇവരുടെ പുരുഷ അങ്ങനെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിൽ പൊട്ടിക്കുക, കൊല്ലുക. അതുകൊണ്ടാണല്ലോ ഈ രീതി ഏതായി വിവരദോഷി പ്രതിനിധീകരിക്കുന്ന പുരുഷനാണ്. ഈ തള്ള എന്താണ് പറയണത്? ഇങ്ങനെ ഒരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയമ്മമാരൊക്കെ? ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോടെടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഞങ്ങൾ പോട്ടെ.